إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, നന്മകൾക്ക് അവസരം ലഭിക്കുമ്പോൾ ആ നന്മകളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളുണ്ട്. അഞ്ചു നേരങ്ങളിലെ നമസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കുക, അതിന് മടി കാണിക്കുന്ന ആളുകൾ. ഇതുപോലെ വെള്ളിയാഴ്ച നടക്കുന്ന ജുമുഅക്ക് ഇമാമ മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് പള്ളിയിൽ ഹാജരാകുക എന്നതിൽ അലസത കാണിക്കുന്ന, മടി കാണിക്കുന്ന ആളുകളുണ്ട്. അതോടൊപ്പം പ്രായം ചെന്ന മാതാപിതാക്കൾ എന്തെങ്കിലും ആവശ്യപ്പെടുകയോ വിളിക്കുകയോ ചെയ്യുമ്പോൾ അവരുടെ വിളിക്ക് ഉത്തരം നൽകാൻ അലസത കാണിക്കുന്ന, മടി കാണിക്കുന്ന ആളുകളുണ്ട്. തൻ്റെ ആരോഗ്യവും അതുപോലെ തന്നെ തൻ്റെ ആയുസ്സും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാനും നന്മയിൽ പ്രവർത്തിക്കുവാനും മടി കാണിക്കുന്ന ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള സദസ്സിൽ പങ്കെടുക്കുന്നതിനോ അലസതയും മടിയും കാരണം അതിൽ നിന്ന് പിന്നോട്ട് നിൽക്കുന്ന, പിന്മാറി നിൽക്കുന്ന ആളുകളൊക്കെ കാണാം. ഇത്തരത്തിൽ മടി കാണിക്കുക, അലസത കാണിക്കുക എന്നുള്ളത് ഇരുലോകത്തും വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമ്മോട് ആവശ്യപ്പെടുന്നത് ഊർജ്ജസ്വലരായിരിക്കുവാനും അതോടൊപ്പം തന്നെ ഇബാദത്തുകളിൽ മുഴുകുവാനും മടിയന്മാരും അലസന്മാരുമായി ജീവിക്കാനുമല്ല. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ആ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിന്റെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞൊരു സന്ദർഭമുണ്ട്. ഇദ്ഹബ് അൻത വ അഖൂക ബിആയാതി വലാ തനിയാ ഫീ ദിക്രി, നീയും നിന്റെ സഹോദരനും അഥവാ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഫിർഔനിന്റെ അടുക്കലേക്ക് എന്റെ ദൃഷ്ടാന്തങ്ങളുമായി കൊണ്ടുപോകണം. എന്നിട്ട് അതിനോട് ചേർത്ത് അല്ലാഹു പറഞ്ഞത് വലാ തനിയാ ഫീ ദിക്രി, എന്നെ സ്മരിക്കുന്നതിൽ, എന്നെ ഓർക്കുന്നതിൽ നീ ഒരിക്കലും തന്നെ മടി കാണിക്കരുത്, അല്ലെങ്കിൽ മറവി കാണിക്കരുത്, അലസത കാണിക്കരുത് എന്നാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ശൈഖ് നാസിറുദ്ദീൻ അസ്സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ തനിയാ ഫീ ദിക്രി, എന്നെ ഓർക്കുന്നതിൽ നീ
മടി കാണിക്കരുത്, അല്ലെങ്കിൽ അലസത കാണിക്കരുത്, മറവി ഉണ്ടാകരുത് എന്ന് ഉദ്ദേശിച്ചാൽ അതുകൊണ്ട് പതിവായി എന്നെ ഓർക്കുന്നതിൽ നിങ്ങൾ മടി കാണിക്കുകയോ അല്ലെങ്കിൽ അതിൽ വീഴ്ച വരുത്തുകയോ ചെയ്യരുത് എന്നാണ് വലാ തനിയ ഫീ ദിക്രി എന്ന ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം സഅദി റഹിമഹുല്ലാഹ് അവിടുന്ന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മടി എന്ന് പറയുന്ന, നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും രൂപത്തിൽ പറയാം, മടി എന്ന് പറയുന്ന അതല്ലെങ്കിൽ അലസത എന്ന് പറയുന്ന അത് ഒഴിവാക്കണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫഇദാ ഫറഗ്ത ഫൻസുർ വഇലാ റബ്ബിക ഫർഅദ്, നീ ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിലേക്ക് നീ വ്യാപൃതനാകണം, അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് നീ പ്രതീക്ഷയുള്ളവനാകണം എന്ന അള്ളാഹുവിന്റെ കൽപ്പനയാണ് നമ്മോടുള്ള കൽപ്പന. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു ജോലിയും ചെയ്യാതെ, ഒരു ജോലിയൊന്നും എടുക്കാതെ ഒരു വ്യക്തിയെ കാണുകയുണ്ടായി. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യരോട് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പറയാണ്, ഇന്നി അറ റജുല ഫയുഅജിബുനി ഫഅസ്ഹലു ഹൽ ലഹു മിൻ അമലിൻ. ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യനോട് ചോദിച്ചു, എന്താണ്, അദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ ജോലി എന്താണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് ചോദിച്ചു, എന്താണ് പണി, എന്താ ജോലി? ഖാല, ആ മനുഷ്യൻ പറഞ്ഞു, ല, എനിക്ക് യാതൊരു ജോലിയുമില്ല, എനിക്ക് പണിയൊന്നുമില്ല. ആ സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫയസ്ഖുതു മിൻ ഐനി, ഞാൻ അദ്ദേഹത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വില കൽപ്പിക്കാത്തത്? മടി കാരണം അല്ലെങ്കിൽ അലസത കാരണം ഒരു ജോലിക്കും പോകാതിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു ജോലിയും ചെയ്യാത്തത് കൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യന് ഞാൻ നിനക്കൊരു വിലയും നൽകുന്നില്ല എന്ന് അദ്ദേഹത്തോട് പറയാനുണ്ടായ കാരണമെന്ന് ആ ചരിത്രത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് കാണാം. അതുകൊണ്ട് തന്നെ മടിയെക്കുറിച്ച് പണ്ഡിതന്മാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മടി എന്ന് പറയുന്നത് അൽ കസലു എന്നാണ് അറബിയിൽ പറയുക. അൽ കസലു ദാഉൽ ഖിതാൽ എന്നാണ്. അഥവാ മടി മനുഷ്യനെ കൊല്ലുന്ന രോഗമാണ്. അലസത അത് മനുഷ്യനെ കൊല്ലുന്ന രോഗമാണ്. മറ്റൊരു പണ്ഡിതന്മാർ മറ്റൊരു വാചകം പറഞ്ഞത് അൽ കസലു മർദുൽ ഇളാൻ, മടി എന്ന് പറയുന്നത് ഒരു മാറാരോഗമാണ്. യാതൊരു ജോലിയും ചെയ്യാതെ അല്ലെങ്കിൽ അലസന്മാരും മടിയന്മാരുമായി കഴിയുക എന്നുള്ളത് അതൊരു മാറാരോഗമാണ് എന്നാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മടി കാണിക്കുകയും എന്നിട്ട് എനിക്ക് ദുർബലതയാണ്, ഞാൻ അശക്തനാണ് എന്ന് പറഞ്ഞ് സമാധാനിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അൽ കസൽ എന്ന് പറയുന്ന മടിയും അൽ അജ്സ് എന്ന് പറയുന്ന അശക്തതയും തമ്മിൽ വ്യത്യാസമുണ്ട്. അജ്സ് വേറെ, കസൽ വേറെ എന്നാണ് മഹാനായ പണ്ഡിതൻ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അവിടുന്ന് ഫത്വൽ ബാരിയിൽ രേഖപ്പെടുത്തിയത് കാണാം. അൽ ഫർഖു ബൈനൽ അജ്സ് വൽ കസലി, മടിയുടെയും അശക്തതയുടെയും ഇടയിലുള്ള വ്യത്യാസം എന്താ? അദ്ദേഹം വിശദീകരിച്ചു. അന്നൽ കസല തർകു ശൈഇൻ മഅൽ ഖുദ്റതി അലാ അഖ്ദി ഫീ അമലിഹി, മടി എന്ന് പറഞ്ഞാൽ, കസലി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കെ അത് ഉപേക്ഷിക്കണം. ചെയ്യാൻ കഴിയും പക്ഷെ അത് ചെയ്യില്ല, അങ്ങനെ ഉപേക്ഷിക്കുന്നതിന് കസല് മടി എന്ന് പറയുക. എന്നാൽ അൽ അജ്സു, അശക്തത എന്ന് പറഞ്ഞാൽ അദ്ബുൽ ഖുദ്റ, കഴിവില്ല, അയാൾക്ക് അത് ചെയ്യാൻ തന്നെ കഴിയൂല, അങ്ങനെ ചെയ്യാൻ കഴിയാതെ ഉള്ള അവസ്ഥക്കാണ് അജ്സ് എന്ന് പറയുക, അശക്തത എന്ന് പറയുക. കസല് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുന്നതിനാണ് കസൽ, മടി എന്ന് പറയുക എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. മടി ബാധിച്ചവന് യാതൊരു നന്മയും ചെയ്യാൻ കഴിയില്ല, ഒരു ഖൈറും അവന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അലസന്മാരായി മടിയന്മാരായി കഴിഞ്ഞുകൂടുന്ന ആളുകൾ അവർക്കൊരു നന്മയും ഉണ്ടാകുകയില്ല. ഇമാം സഅദി റഹിമഹുല്ലാഹ് അവിടുന്ന് വിശദീകരിച്ച് കാണാം. ഫൽ കസലു ഹുവ അസ്ലുൽ ഖൈബതി വൽ ഫശൽ ഫൽ കസ്ലാൻ ലാ യുദ്രികു ഖൈറാ വലാ യനാലു മുഖറമ വലാ യുഹല്ലാ ബിദീനി വലാ ദുനിയ. അദ്ദേഹം പറയുകയാണ്, മടി അത് നിരാശയുടെയും പരാജയത്തിന്റെയും അടിസ്ഥാനമാണ്. മടി എന്ന് പറയുന്നത്, അലസത എന്ന് പറയുന്നത് അത് നിരാശയുടെയും പരാജയത്തിന്റെയും അടിത്തറയാണ്. അപ്പോൾ ഒരു മടിയന് യാതൊരു നന്മയും ലഭിക്കുകയില്ല, അവനൊരു ആദരവും ഉണ്ടാകുകയില്ല. ലാ യുദ്രികു ഖൈറൻ വലാ യനാലു കറാമ, അവനൊരു ഖൈറും ലഭിക്കൂല,
അവനൊരു ആദരവും ഉണ്ടാകൂല. അതുപോലെ തന്നെ ദുനിയാവിന്റെയോ ദീനിന്റേതോ യാതൊരു സൗഭാഗ്യവും അവന് നേടാൻ കഴിയില്ല, സാധിക്കില്ല എന്ന് ഇമാം സഅദി റഹിമഹുല്ല അവിടുന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ആരാണ് മടി കാണിക്കുന്നവർ? മടി കാണിക്കുന്ന ആളുകളെ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതാരാ? മുനാഫിഖുകളാണ്, കപട വിശ്വാസികളായ ആളുകളാണ്. രണ്ട് സ്ഥലങ്ങളിൽ കപട വിശ്വാസികളെ കുറിച്ച് അവർ മടിയന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് യുദ്ധത്തിന്റെ വേളയിലാണ്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി അത് പറഞ്ഞു തന്നിട്ടുണ്ട് സൂറത്തുൻ നിസായിലൂടെ. യാ അയ്യുഹല്ലദീന ആമനൂ ഖുദൂ ഖിദ്റകും ഫൻഫിറൂ സുബാതിൻ വൻഫിറൂ ജമീഅ. അല്ലയോ സത്യവിശ്വാസികളെ, ഖുദൂ ഖിദ്റകും, നിങ്ങളുടെ ജാഗ്രത നിങ്ങൾ പരിപൂർണമായി എടുക്കണം. ഫൻഫിറൂ സുബാതിൻ വൻഫിറൂ ജമീഅ, നിങ്ങൾ സംഘാംഗങ്ങളായിക്കൊണ്ടോ അതല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൊണ്ടോ യുദ്ധരംഗത്തേക്ക് നിങ്ങൾ പുറപ്പെട്ടു പോവുക, യുദ്ധത്തിലേക്ക് നിങ്ങൾ പുറപ്പെട്ടു പോവുക എന്ന് അല്ലാഹു വിശ്വാസികളോട് പറഞ്ഞു, വിശ്വാസികളോട് കൽപ്പിച്ചു. തൊട്ട് താഴെ അല്ലാഹു വീണ്ടും പറഞ്ഞു, വഇന്ന മിൻകും ലമൻ ലയുബത്തിഅന്ന ഫഇന്ന അസാബതകും മുസീബ ഖാല ഖദ് അൻഅമ അല്ലാഹു അലയ്യ ഇദ് ലം അകുൻ മഅഹും ഷഹീദ. വഇന്ന മിൻകും, നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ലഇൻ ലയുബതഅന്ന, മടി കാരണം പിന്തി നിൽക്കുന്നവർ, അലസന്മാരായി യുദ്ധത്തിലേക്ക് പോകാതെ, ആ യുദ്ധരംഗത്തേക്ക് പോകാതെ അലസന്മാരായി മടിയന്മാരായി പിന്തി നിൽക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനത്തെ ആളുകളുടെ പ്രത്യേകത എന്താ? നിങ്ങൾക്ക് യുദ്ധരംഗത്തേക്ക് പോയിട്ട് എന്തെങ്കിലും ഒരു ആപത്ത് നിങ്ങൾക്ക് ബാധിക്കുകയോ ഒരു വിപത്തുണ്ടാകുകയോ ചെയ്താൽ ആ പിന്തി നിന്നവൻ പറയും, ഞാൻ അവരുടെ കൂടെ പോകാത്തത് കൊണ്ട് എനിക്കതൊന്നും പറ്റിയില്ല, അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹൈറ്, അള്ളാഹു എനിക്കൊരു നിഅമത്ത് ചെയ്തു തന്നതാണ് എന്ന് പറയുന്നവൻ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അവസാനിപ്പിച്ചില്ല, വലയിൻ അസാബകും ഫളു മിനല്ലാഹ് ലയഖൂലന്ന കഅൻ ലം യകുൻ ബൈനകും വബൈനഹു മവദ്ദതൻ യാ ലൈതനി കുൻതു മഅഹും ഫഅഫൂസ ഫൗസൻ അളീമ. അല്ലാഹു പറയാണ്, എന്നാൽ അവർക്ക് വല്ല ഖൈറുമാണ്, അള്ളാഹിന്റെ അടുക്കൽ നിന്നുള്ള ഫളലും ഔദാര്യങ്ങളും ആ യുദ്ധരംഗത്തേക്ക് പോയി അവർക്ക് കിട്ടിയാൽ, ഗനീമത്ത് സ്വത്തിനെ പോലെയുള്ള യുദ്ധാർജിത മുതലിനെ പോലെയുള്ള കാര്യങ്ങൾക്ക് അവർക്ക് കിട്ടിയാൽ, ലയഖൂലന്ന, ആ സമയത്ത് അവർ പറയും, കഅല്ലം തകുൻ ബൈനകും വബൈനഹു മവദ്ദ, അവർക്കും അവനുമിടയിൽ യാതൊരു ബന്ധവുമില്ലാത്തതുപോലെ. വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് മടി കാണിക്കുന്ന മുനാഫിക്കുകളെ കുറിച്ച് അവരാണ്, അവരുമായി യാതൊരു ബന്ധവുമില്ലാത്തവരെ പോലെ അവർ പറയും. എന്താ പറയാ? യാ ലൈതനി കുൻതു മഅഹും ഫഅഫൂസ ഫൗസൻ അളീമ, ഞാനെങ്ങാനും അവരുടെ കൂടെ പോയിരുന്നുവെങ്കിൽ, ആ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ, ആ വമ്പിച്ച വിജയം അല്ലെങ്കിൽ ആ യുദ്ധാർജിത മുതലുകൾ, അവർ കിട്ടിയ ഖൈറുകൾ, അതൊക്കെ എനിക്കും കിട്ടുമായിരുന്നുവല്ലോ, എനിക്കും കിട്ടുമല്ലോ എന്ന് പറയുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞു തന്നു. ഇതാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്? മടിയന്മാരായ അലസന്മാരായ ആളുകൾ വിശ്വാസികളുടെ കൂട്ടത്തിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ പറഞ്ഞപ്പോ അതിന് പുറപ്പെടാതെ മടിയന്മാരായി അലസന്മാരായി അതിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്ന ആളുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ടാമത് ഇവിടെ മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞത് നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. നിസ്കാരവുമായി ബന്ധപ്പെട്ട മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞത് ഇതാണ്, അവർ മടിയന്മാരാണെന്ന. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഊഹും, തീർച്ചയായും മുനാഫിക്കുകൾ, കപട വിശ്വാസികൾ, അവർ വിചാരിക്കുന്നത് അവർ അല്ലാഹുവിനെ വഞ്ചിക്കുകയാണെന്നാണ്, അവർ അല്ലാഹുവിനെ ചതിക്കുകയാണെന്നാണ്. എന്നാൽ വഹുവ ഖാദിഊഹും, അല്ലാഹുവാണ് അവരെ വഞ്ചിക്കുന്നത്, അല്ലാഹുവാണ് അവരെ ചതിക്കുന്നത്. എന്നിട്ട് അവരുടെ സ്വഭാവം പറഞ്ഞു, വൈദാ ഖാമൂ ഇലസ്വലാത്തി ഖാമൂ കുസാലാ, നമസ്കാരത്തിലേക്ക് അവർ നിന്നാൽ മടിയന്മാരും അലസന്മാരുമായി കൊണ്ടാണ് അവർ നമസ്കാരത്തിലേക്ക് നിൽക്കുക. യുറാഊനന്നാസ, ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് അവർ നമസ്കരിക്കുന്നത്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അല്ലാഹുവിനെ അവരുടെ നമസ്കാരങ്ങളിൽ അല്പമല്ലാതെ അവർ സ്മരിക്കുകയോ ഓർക്കുകയോ ചെയ്യുന്നില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മടിയന്മാരായ മുനാഫിക്കുകളെ കുറിച്ച്, കപട വിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമസ്കാരത്തിൽ നിന്ന് മടിയന്മാരായി പിന്തിരിഞ്ഞെടുക്കുന്നവരാരാ? നിഫാഖുള്ളവരാണ്, കാപട്യമുള്ളവരാണ്, അവരുടെ സ്വഭാവമാണത്. നമസ്കാരത്തിൽ നിന്ന് പിന്തിരിക്കുക എന്നുള്ളത് അവരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ മടി അത് നമുക്കുണ്ടാവാൻ പാടില്ല.
വിശ്വാസികൾക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ? അതുകൊണ്ട് ഒരുപാട് അപകടങ്ങളുണ്ട്. ഒരാൾക്ക് മടിയുണ്ടായാൽ, അലസതയുണ്ടായാൽ അതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ അയാൾ നേരിടേണ്ടി വരും. ഒരു 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇഹലോകത്തും പരലോകത്തും അയാൾക്ക് നഷ്ടമാണ്. മടിയനായി ഇബാദത്തുകൾക്കാണെങ്കിലും അതല്ലെങ്കിൽ അലസനായി കഴിഞ്ഞുകൂടുക എന്നുള്ളത് ഈ ദുനിയാവിലും അതല്ലെങ്കിൽ അവന്റെ ദുനിയാവിലും പരലോകത്തും അവന് നഷ്ടമാണ് എന്നാണ്. മടി കാണിക്കുന്നവർ അവരുടെ പ്രവർത്തനങ്ങളിൽ, അവരുടെ ആരാധനകളിൽ, അവരുടെ ഇബാദത്തുകളിൽ എല്ലാം അവർ പിന്തി നിൽക്കും. അവർ പിന്നോട്ട് നിൽക്കും. കാരണം എന്താ? അത് കാരണം അവർക്ക് ഇരുലോകത്തും, ദുനിയാവിലാകട്ടെ പരലോകത്താകട്ടെ, നഷ്ടങ്ങൾ മാത്രമാണ് സംഭവിക്കുക എന്നുള്ളതാണ്. അതിലൊരു ചരിത്രം പറഞ്ഞുതരാം. അധികാരം നഷ്ടമായ ഉമവി ഭരണകർത്താക്കൾ, ആ ഭരണകർത്താക്കളിൽപ്പെട്ട അബ്ദുൽ വാഹിദ് ബിൻ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന് പറയുന്ന ഉമവി ഭരണകർത്താവായിരുന്ന, ഖിലാഫത്ത് കഴിഞ്ഞു ഖുലഫാ റാഷിദീകൾക്ക് ശേഷം ഇസ്ലാമിക ഭരണം നടത്തിയിരുന്ന ഉമവി ഭരണകർത്താക്കൾ. ആ ഭരണകർത്താക്കളിൽ ഒരാളാണ് അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായ വാഹിദ് ബിൻ സുലൈമാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേരക്കുട്ടി, ആ പേരക്കുട്ടിയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, മാ അദ്ഹബ മുൽക്കക്കും, നിങ്ങളുടെ അധികാരം എങ്ങനെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്? നിങ്ങൾ ഭരണാധികാരികളായിരുന്നു, രാജാക്കന്മാരായിരുന്നു, അതുപോലെ തന്നെ ഭരിച്ചിരുന്ന ആളുകളായിരുന്നു. നിങ്ങൾക്കുണ്ടായിരുന്ന അധികാരം അതെങ്ങനെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് എന്ന് അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ പേരക്കുട്ടിയായ വാഹിദ് ബിൻ സുലൈമാനിനോട് ചോദിക്കപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു, നൗമുൽ ഗദവാതി വശുറുബുൽ അശയാതി എന്നാണ്. പ്രഭാതങ്ങളിലുള്ള ഉറക്കങ്ങളും രാത്രി കാര്യങ്ങളിലുള്ള മദ്യസേവകളുമാണ് ഞങ്ങൾക്ക് അധികാരം നഷ്ടപ്പെടുത്തിയത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി എന്നാണ്. കാരണം എന്താ? അതായത് അദ്ദേഹം പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? ബറക്കത്തിറങ്ങുന്ന സമയമാണ് രാവിലെ, അപ്പൊ ബറക്കത്തിറങ്ങുകയും ആളുകളെല്ലാം കർമ്മനിരതരാവുകയും ചെയ്യുന്ന പ്രഭാത സമയത്ത് അദ്ദേഹത്തിന്റെ പൂർവ്വപിതാക്കന്മാരായ രാജാക്കന്മാർ കിടന്നുറങ്ങുകയും ആളുകളൊക്കെ രാത്രി എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്ന സമയത്ത് അവർ മദ്യപിക്കുകയും അതുപോലെ അതിൽ ഉല്ലാസം കണ്ടെത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടത് എന്ന് ഈ അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ പേരക്കുട്ടി ചോദിക്കപ്പെട്ട ആളോട് പറഞ്ഞത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. നോക്കൂ നിങ്ങൾ, നൗമുൽ ഗദവാത്, രാവിലെ ഉറങ്ങുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഉമ്മത്തിന് വേണ്ടി റസൂൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിന് നീ ബറക്കത്ത് ചെയ്യണം. ഏത് സമയത്ത്? ഫീ ബുകൂരിഹാ, അവരുടെ പ്രഭാത സമയങ്ങളിൽ. അപ്പൊ പ്രഭാത സമയം എന്ന് പറയുന്നത് ഊർജ്ജസ്വലതയുടെ സമയമാണ്. അവിടെയാണ് എല്ലാം തുടങ്ങേണ്ടത്, അവിടെയാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യേണ്ടത്. കാരണം എന്തേ? ഈ ഉമ്മത്തിന് പ്രഭാത സമയങ്ങളിൽ ബറക്കത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിന്റെ പ്രഭാത സമയത്ത് നീ അവർക്ക് ബറക്കത്ത് നൽകണമേ, ബറക്കത്ത് ചൊരിയണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏതൊരു സൈന്യത്തെ അയക്കുമ്പോഴും ആ സൈന്യത്തെ പ്രവാചകൻ അയച്ചിരുന്നത് പ്രഭാതത്തിലെ ആദ്യ സമയത്തായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. പ്രഭാതത്തിന്റെ ആദ്യ സമയം, ആ പ്രഭാതത്തിലാണ്. കച്ചവടക്കാരാണെങ്കിൽ അവരുടെ കച്ചവടം പ്രഭാതത്തിൽ, അതിൽ ബറക്കത്തുണ്ടാകും. അതുപോലെ തന്നെ എന്താ തൊഴിൽ ചെയ്യുന്ന ആളുകൾ, കൃഷി ചെയ്യുന്ന ആളുകൾ, അവർ അവരുടെ കൃഷിയും തൊഴിലും ഒക്കെ ചെയ്യേണ്ടത് പ്രഭാതത്തിലാണ്. അതിൽ അല്ലാഹു ബറക്കത്ത് നൽകും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചതാണ്. ഈ ഒരു ചര്യയാണ് ഇവിടുത്തെ മനുഷ്യന്മാരല്ലാത്ത പക്ഷമൃഗാദികളൊക്കെ സ്വീകരിച്ചു വരുന്നത്. പക്ഷികളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തവക്കുലുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു ഹദീസ് ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പക്ഷികളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ലൗ അന്നകും തവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി, അല്ലാഹുവിന്റെ മേൽ ബരമേൽപ്പിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ അല്ലാഹുവിന്റെ മേൽ ബരമേൽപ്പിക്കണം എന്ന് റസൂലുള്ളാഹി ഒരു ഉദാഹരണം പറയാൻ, ലറുസിഖ്തും കമാ തുർസഖു ത്വയ്ർ, പക്ഷികൾക്ക് അന്നം നൽകുന്നത് പോലെ അല്ലാഹു നിങ്ങൾക്കും അന്നം നൽകും, ഉപജീവനം നൽകും.
രാവിലെ പക്ഷികൾ, പറവകൾ അവരുടെ കൂടുകളിൽ നിന്ന് പുറത്തു പോകുന്നത് ഒട്ടിയ വയറുമായിട്ടാണെങ്കിൽ വൈകുന്നേരം ആ കൂടുകളിലേക്ക് അവ തിരിച്ചു വരുന്നത് നിറഞ്ഞ വയറുമായിട്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തിനാ റസൂലുള്ളാഹി പറഞ്ഞത്? റബ്ബിൽ തവക്കുലാക്കണം, തവക്കുലാക്കേണ്ട പ്രകാരം. എന്നിട്ട് റസൂലുള്ളാഹി ഉദാഹരണം പറഞ്ഞത് പക്ഷികളുടെ ഉദാഹരണമാണ്. കാരണം അവരുടെ ജോലി അവർ ചെയ്യുന്നത് രാവിലെയാണ്. രാവിലെ ഉറങ്ങാതെ പ്രഭാതമായാൽ അവരുടെ കൂടുകളിൽ നിന്ന് ഒട്ടിയ വയറുമായി കൊണ്ട് പുറത്തു പോകുന്ന പക്ഷികൾ, പറവകൾ വൈകുന്നേരം വയറു നിറഞ്ഞവരായിക്കൊണ്ട് അവരുടെ കൂടുകളിലേക്ക് തിരിച്ചെത്തുന്നത് പോലെ നിങ്ങൾക്കും റിസ്ക് നൽകും. പക്ഷിക്ക് റിസ്ക് നൽകപ്പെട്ടതുപോലെ നിങ്ങൾക്കും റിസ്ക് നൽകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അലസന്മാരും മടിയന്മാരും ആകുക എന്നുള്ളത്, മടി കാണിക്കുക എന്നുള്ളത് ദുന്യവിയായ നഷ്ടം ഉണ്ടാവും, അതുപോലെ തന്നെ പാരത്രികമായ നഷ്ടം ഉണ്ടാവും. അതുകൊണ്ട് ആ അവസ്ഥ മടിയന്മാരാകാതിരിക്കാൻ വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മടി കൊണ്ടുള്ള അപകടങ്ങൾ അതിലൊന്നാണ് പറഞ്ഞത്, ദുനിയാവിലും പരലോകത്തും അതുകൊണ്ട് നഷ്ടമുണ്ടാകുന്നത്. ഒന്നുകൂടി പറയാം, ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ പറയാം. രണ്ടാമത്തത്, മടി എന്ന് പറഞ്ഞാൽ അത് ഇബാദത്തിൻ്റെ ആപത്താണ് എന്നാണ്. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞൊരു വാചകം കാണാം. അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ കുറേ ഉണ്ട്. ആ വാചകത്തിൽപ്പെട്ട 3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ലികുല്ലി ഷൈഇൻ ആഫത്തുൻ, എല്ലാ വസ്തുക്കൾക്കും എല്ലാ കാര്യത്തിനും അതിൻ്റെതായ ആപത്തുകളുണ്ട്. ആഫത്ത് പറഞ്ഞാൽ ആപത്ത്, അതുകൊണ്ടുള്ള പ്രയാസമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വആഫത്തുൽ ഇൽമി അന്നിസ്യാൻ, ഇൽമിന്റെ ആഫത്ത്, അറിവിന്റെ ആപത്ത് എന്ന് പറഞ്ഞാൽ അത് മറവിയാണ്. അല്ലെ, മറവി, ഒരാൾ നല്ലോണം പഠിച്ച അല്ലെങ്കിൽ ഖുർആൻ ഹിഫ്ളാക്കിയ ആൾ അത് മറക്കുക എന്നുള്ളത് അതിന്റെ ആപത്താണ്, അല്ലെ. എന്നിട്ട് അദ്ദേഹം രണ്ടാമത് പറഞ്ഞത് വആഫത്തുൽ ഇബാദത്തി അൽ ഫത്റതു, അല്ലെ, ഇബാദത്തിന്റെ ആപത്ത് എന്ന് പറഞ്ഞാൽ സാവകാശം കാണിക്കുകയും മടി കാണിക്കലുമാണെന്നാ. ഇബാദത്തിന്റെ അപകടം എന്താ? അതുകൊണ്ടുണ്ടാകുന്ന അപകടം മടി കാണിക്കലാണ്. അതുകൊണ്ട് മടി കൊണ്ടുണ്ടാകുന്നതെന്നാണ് ഇബാദത്തിന്റെ അപകടം, മടിയാണെന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതുപോലെ തന്നെ മഹാനായ പണ്ഡിതൻ മുഹമ്മദ് ബിൻ അലി അദ്ദേഹത്തിന്റെ മകന് നൽകിയ ഒരു വസിയത്ത് കാണാം. അദ്ദേഹം താബിയാണ്. അദ്ദേഹത്തോട് പറയാൻ എന്താണ് എന്റെ പൊന്നുമോനെ, നീ മടിയെയും മടുപ്പിനെയും ഒക്കെ സൂക്ഷിക്കണം. മടി ഉണ്ടാകുക, മടുപ്പുണ്ടാകുക, രണ്ട് കാര്യങ്ങളാണ്. കാരണം അവ രണ്ടും എല്ലാ ഷർറിന്റെയും താക്കോലാണ്, എല്ലാ തിന്മയുടെയും താക്കോലാണ്. മടിയും അതുപോലെ തന്നെ മടുപ്പും ഉണ്ടാകുക എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുക, ഇന്നക ഇൻ കസൽത ലം തുഅദ്ദി ഹഖ, നീ മടിയനായാൽ നിന്റെ ഉത്തരവാദിത്തങ്ങളൊന്നും നിനക്ക് നിർവഹിക്കാൻ കഴിയില്ല. അള്ളാഹു നിനക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. റബ്ബിനോടുള്ള ഉത്തരവാദിത്തം, അതുപോലെ തന്നെ നിന്റെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം, നിന്റെ മക്കളോടുള്ള ഉത്തരവാദിത്തം, നിന്റെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തങ്ങൾ നീ മടിയനായാൽ അത് നിനക്ക് നിർവഹിക്കാൻ സാധിക്കുകയില്ല. നീ മടുപ്പുള്ളവനായാൽ, നിനക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ അതിന്റെ പേരിൽ ക്ഷമിക്കാൻ വരെ നിനക്ക് സാധിക്കുകയില്ല എന്ന് ഈ മുഹമ്മദ് ബിൻ അലി തന്റെ മകന് നൽകിയ വസിയ്യത്തിൽ തന്റെ മകനോട് പറയുകയുണ്ടായി എന്നാണ്. നോക്കൂ നിങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന ആപത്താണ് അവിടെ മടിയന്മാരായി അലസന്മാരായി ഉണ്ടാകുക എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെ. വിശ്വാസികളല്ലാത്ത ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആൻ അവിടുന്ന് സൂറത്ത് തൗബയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. وما منعهم أن تقبل منهم نفقاتهم إلا أنهم كفروا بالله وبرسوله ولا يأتون الصلاة إلا وهم كسالى ولا ينفقون إلا وهم كارهون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും, അവരിൽ നിന്ന് അവർ ചിലവഴിക്കുന്നത് അല്ലാഹു സ്വീകരിക്കപ്പെടാതെ ഇരിക്കാനുള്ള കാരണം അവർ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊടുക്കുന്നവരാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചിലവഴിക്കുന്നവരാ. പക്ഷേ അല്ലാഹുവിന്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണം
ലിഅന്നഹും കഫറു ബില്ലാഹി വറസൂലിഹി, അവർ അല്ലാഹുവിലും അവന്റെ പ്രവാചകനിലും അവിശ്വസിച്ചവരാണ്, അതുകൊണ്ട് സ്വീകരിച്ചില്ല. എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അല്ലാഹുവിലും റസൂലിലും അവർക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിച്ചില്ല. വീണ്ടും അല്ലാഹു പറഞ്ഞു വലാ യഅ്തൂന സ്വലാത ഇല്ലാ വഹും കുസാല, അവരുടെ നമസ്കാരങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ അവർ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണം ഇല്ലാ വഹും കുസാല, അവർ മടിയന്മാരും അലസന്മാരുമായതുകൊണ്ടാണ്. അത് അവരുടെ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണം വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ, അവർ ചിലവഴിക്കുമ്പോൾ അവർക്ക് മനസ്സിലൊരു തൃപ്തിയില്ലാതെ ഒരു വെറുപ്പോട് കൂടി ചിലവഴിക്കുന്നത് കൊണ്ടാണ് അവർ ചിലവഴിക്കുന്നതും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചില്ല. അതുകൊണ്ടാണ് ഇത് സ്വീകരിക്കപ്പെടാതെ പോയത് എന്ന് അല്ലാഹു അവിടുന്ന് പറഞ്ഞു. അതുകൊണ്ട് അതാണ് മടിയുണ്ടായാൽ അലസതയുണ്ടായാൽ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാതെ പോകുമെന്നുള്ളത്. അതുകൊണ്ടാണ് മഹാനായ പണ്ഡിതൻ വഹബ് ബിൻ മുനബ്ബഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മൻ യതഅബ്ബദ യസ്ദദു ഖുവ്വ വമൻ യതകസ്സല യസ്ദദു സത്ര. ഒരാൾ ധാരാളമായി ഇബാദത്ത് ചെയ്താൽ, ധാരാളമായി സൽക്രമങ്ങൾ ചെയ്താൽ, ധാരാളമായി ഇബാദത്തുകൾ ചെയ്താൽ അവന്റെ ശക്തി വർദ്ധിക്കും. എന്നാൽ വമൻ യതകസ്സൽ, ഒരാൾ മടിയനായാൽ, മടി കാണിച്ചാൽ യസ്ദദു ഫത്ര, അവന്റെ ഉന്മേഷക്കുറവ് വർദ്ധിക്കും. അവന്റെ അലസത കൂടെയുള്ളൂ, ഉന്മേഷക്കുറവ് അവനക്ക് വർദ്ധിക്കും എന്ന് വഹബ് ബിൻ മുനബ്ബഹ് റഹിമഹുല്ലാഹ് അവിടുന്ന് പറഞ്ഞത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെ മടിയന്മാരായി അലസന്മാരായാൽ അതുകൊണ്ടുണ്ടാകുന്ന വിപത്ത് എന്താണെന്ന് മനസ്സിലാക്കി ആ മടിയന്മാരും അലസന്മാരും ആകാതിരിക്കാൻ വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അർഹമുർ റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. അല്ലാഹു അവർക്ക് വിജയം നൽകുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداءنا واعداء الدين اللهم دمر اعداءنا واعداء المسلمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه واصحابه اجمعين والحمد لله رب العالمين.